പ്രണയവിലാസം. രചന മിത്രവിന്ദ. സി വിഷ്ണു. അന്ന് പ്രായത്തിന്റെ ഓരോ കുസൃതികൾ ഓർത്ത് ഇഷ്ടം പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നു. പക്ഷെ ഇന്ന് എനിക്ക് 17 പ്രായം. പിന്നെ എന്നെ പോലെ കുട്ടിക്ക് ഒരു തെരുവ് നാടകക്കാരനായ വർക്ക്ഷോപ്പ് ഉടമയെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ ഒരു ചിരിക്കും. ഒരാനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിഷ്ണു പഴയതൊക്കെ മറക്കണം. എന്നിട്ടൊരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കല്യാണത്തിന് വരണം. മാനസിയുടെ പുച്ഛങ്ങളെത്തിയ പരിഹാസിച്ചുപോലെയുള്ള ക്ഷണം അയാളുടെ ശാന്തഭാഗത്തിന് യാതൊരു കോട്ടവും വരുത്തിയില്ല. എല്ലാം കേട്ടിട്ടും ആ കൂസില്ലാത്ത ഇരിപ്പ് കണ്ടത് അവളും ഞങ്ങളൊന്ന് അത്ഭുതപ്പെട്ടു. വില കൂടിയ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് ആ കയ്യിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ മാനസി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൂടെ വന്ന ഞങ്ങളും അവൾക്ക് പുറകെ ഇറങ്ങി. ഇടയ്ക്ക് വെച്ചൊന്ന് തിരിഞ്ഞു നോക്കിയതും അവളിരുന്ന് ചൂട് കാപ്പി ഊതി കുടിക്കുന്നവനെ കണ്ട് സത്യത്തിൽ ചിരിയാണ് വന്നത്. എന്നാൽ ഇത് ഭയങ്കര ചീപ്പായി പോയി മാനസി. ഇതിനാണ് വിളിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കൂൾ മധു. ഇതൊക്കെ കേട്ടിട്ട് അവന് പോലുമില്ല ഇത്രയും രോഷം. പിന്നെ അതിനൊന്ന് തലേന്ന് ഒഴിപ്പിക്കാൻ ഇതേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവരെ പിന്നാലെ നടന്ന് കരഞ്ഞ് ശല്യം ചെയ്തും കാലുപിടിച്ചും ഭീഷണിപ്പെടുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞ പുറകെ നടന്നപ്പോൾ നിനക്കറിയില്ലായിരുന്നോ അവരൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന്? ചോരത്തിളപ്പിന്റെ പ്രായത്തിലാവുന്ന തലയിൽ കയറിയില്ല. കണ്ട തെരുവിള്ളേരുടെ കൂടെ നാടകം കളിച്ച് വർക്ക്ഷോപ്പിന്റെ ഓയിലിന്റെയും ഗ്രീസിന്റെയും ജീവിക്കുന്നതിനൊക്കെ ആരും ഇഷ്ടപ്പെടാനാ? കാര്യം പാവപ്പെട്ട വീട്ടിലാണെങ്കിൽ എന്തൊരു ഭംഗി ഐശ്വര്യാവിന്. പോരാണ് സ്കൂളിലെ ഹീറോ, എല്ലാവരുടെയും ആരാധനാപാത്രം. കൊള്ളാം നിന്റെ ഈ തേർഡ് റേറ്റ് പ്ലേ. യു ആർ ഗോണ റിഗ്രറ്റ് ഫോർ ദിസ് മാനസി. അതും പറഞ്ഞ് ആളുടെ കൂസില്ലാത്ത മുഖത്തേക്കൊന്ന് കടുപ്പിച്ച് നോക്കി നേരെ കാർ പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നു. ശേഷം കാറും എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. ഡോക്ടർ മധുമിത സന്തോഷ് എന്ന ബോർഡ് ഗേറ്റിനുള്ളിൽ വെച്ചിരിക്കുന്ന വീട്ടിലേക്ക് വണ്ടി കയറ്റി. അകത്തേക്ക് ചെന്നു എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ നീ വന്നോ? ഇന്ന് അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്ന ദിവസം. അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം, മനസ്സിലായല്ലോ? ഞാൻ എന്തെങ്കിലും ഉടക്ക് പറഞ്ഞാലോ എന്ന് പേടിച്ച് അമ്മ കർക്കശമായി പറഞ്ഞു. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. സാധാരണ ഞാൻ അങ്ങനെ അമ്പലത്തിൽ ഒന്നും പോവാറില്ല, വിശ്വാസമില്ലായിട്ടല്ല. ഭക്തി കാണിക്കാൻ കാണിക്ക പൈസ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്ന അമ്പലങ്ങളോടുള്ള വിശ്വാസക്കുറവ്. അങ്ങനെ വൈകിട്ട് റെഡിയായ അമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ പോയി. എത്തിയതേ കണ്ടു അമ്പല കമ്മിറ്റിയിലെ ആളുകളുടെ കൂടെ നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വിഷ്ണുവർദ്ധനെ. നാട്ടിലെ ഏത് കാര്യങ്ങൾക്കും മുമ്പത്തിൽ തന്നെ നിൽക്കുന്നവൻ. ഒരു ചേച്ചിയുണ്ട്, കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മിലിറ്ററിയിലാണ്. ഒരു കുട്ടിയുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. ആരെയും കൂസാത്ത പ്രകൃതം. സ്കൂളിൽ എൻ്റെ സീനിയറായിരുന്നു. ആ സമയത്ത് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അതേ ഇഷ്ടം സ്കൂളിലെ പല കുട്ടികൾക്ക് അവനോട് ഉണ്ടെന്നറിഞ്ഞ് എന്തിന് അടുത്ത കൂട്ടുകാരിയായ മാനസികതയിൽ ഉൾപ്പെടും. അതറിഞ്ഞ് മുളയിലെ ഇഷ്ടം ഞാൻ വേരോടെ പിഴുതെറിഞ്ഞു. പിന്നീട് വളർന്നപ്പോൾ ചൈൽഡ്ഹുഡ് ക്രഷ് എന്ന ഓമന പേരുമിട്ട് ഹൃദയത്തിന്റെ ഉള്ളറയിൽ അതങ്ങനെ പൂഴ്ത്തി വെച്ചു. ഡാർക്ക് റെഡ് ഷർട്ടും അതേ കരയുള്ള മുണ്ടും മടക്കി കുത്തി ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നവനെ അവിടെ നിൽക്കുന്ന പല പെൺകുട്ടികൾ ആരാധനയോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന പണിയിൽ മാത്രം ശ്രദ്ധിച്ച് നാട്ടിലെ ചെറുപ്പക്കാരിൽ നിൽക്കുന്നവരിലേക്ക് എൻ്റെ കണ്ണുവിടക്കിടെ പാറി വീണു. കൈകൂപ്പി ദൈവത്തിനു മുമ്പിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥനയിൽ എപ്പോഴും ആ മുഖവും കടന്നു വന്നു. തൊഴുത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ നിന്നു. അമ്മ ഡാൻസും നാടകവും എല്ലാം കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നു. അമ്മയെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൂടെയാക്കി ഞാൻ അമ്പലത്തിൽ നിന്നിറങ്ങി. ഉത്സവം പ്രമാണിച്ച് വഴിനീളെ ട്യൂബ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ വഴിയരികിലൂടെ നടന്നു വന്നു. റോഡിന്റെ സൈഡിലായുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ പുറത്തേക്ക് വന്നു. ആടി ഒളിഞ്ഞുള്ള നടത്തത്തിന്റെ കൂടെ മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. അതിലൊരുത്തം വന്നെന്റെ മുന്നിൽ കയറി നിന്നു. നീ ആ ഡോക്ടർ കൊച്ചല്ലേ? എന്താണ് മോളെ അസമയത്ത് ഒറ്റക്ക്? ഒരു വഷളം ചിരിയോടെ മുന്നോട്ട് വന്ന് ചോദിച്ചു. ഞാൻ വെറുപ്പോടെ മുഖം വെട്ടിച്ച് പോവാനാഞ്ഞു. എന്നാൽ അവൻ വീണ്ടും എനിക്ക് മുമ്പിൽ കയറിന്ന് എന്റെ 2 കൈകളും കൂട്ടി പിടിച്ചു വെച്ചു. ദയവിച്ചു. ഞാൻ കൈകൾ വിടുവിക്കാൻ ശ്രമിക്കുന്നതിൽ കൂട്ടത്തിലെടുത്ത് എനിക്ക് പുറകിലേക്ക് നോക്കി പരിങ്ങിലോടെ പറഞ്ഞു. ഞാൻ അവന് ഒരുപോലെ തിരിഞ്ഞു നോക്കി. സ്വതവേയുള്ള ശാന്തമായ മുഖത്തോടെ കണ്ണുകളിൽ രൗദ്രഭാവം നിറച്ചു നിൽക്കുന്നവനെ കണ്ട് അവൻ എന്റെ കൈകൾ അച്ഛൻ നിന്ന് പതുങ്ങി. ശേഷം അവർ വേഗം തിരിച്ച് കുറ്റിക്കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. വരൂ. അതും പറഞ്ഞ് അവൻ എന്റെ മുന്നേ കയറിയാണെന്നു ഞാൻ അവന് പിന്നാലെ ചെന്നു. നിങ്ങളുടെ ട്രൂപ്പിന്റെ നാടകമില്ലേ? പിന്നെ ഇതിപ്പോ എങ്ങോട്ടാ? പെങ്ങളെയും മോനെയും വിളിച്ചുകൊണ്ട് വരാൻ ഇറങ്ങിയതാ. ഞാൻ നിശബ്ദ വേദിച്ച് ചോദിച്ചു. ഗൗരവത്തിൽ തന്നെ മറുപടി എത്തി. വീണ്ടും മുമ്പിലെത്തിയതും ഒരു നന്ദി പോലും കേൾക്കാൻ നിൽക്കാതെ ആള് നടന്നകന്നു. അതിൽ പിന്നെ ഞാനൊന്ന് 2 ആഴ്ചത്തേക്ക് ആളെ കണ്ടിട്ടില്ല. അതിനിടയിൽ അപ്പുറത്തെ വീട്ടിലെ വയസ്സായ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. അതൊരു രാത്രി. അങ്ങനെ പേടിച്ച് രാഘരാമനെ ഞാൻ വിച്ചുമോനെ വിളിച്ചു. ചേച്ചിക്ക് മനസ്സിലായില്ലേ? വിഷ്ണുവർദ്ധനില്ലേ, മരിച്ചുപോയ രാഘവേട്ടന്റെ മോൻ. ഓടി വന്നു. നല്ല പാവം ചെക്കന. എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരും. അവിടുത്തെ ചേച്ചി അമ്മയോട് പറയുന്ന കേട്ടു. ഇന്നാണ് മാനസിയുടെ കല്യാണം. സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചതാണ്. നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ പല കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസം ആ സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തി. ഇപ്പോൾ വെറും അഭിനയമാണ്. വിളിച്ചിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ എന്നോർത്ത് ഞാൻ പോയി. ഡോക്ടർ മാനസിക്ക് പറ്റിയ വരൻ ഡോക്ടർ വിഘ്നേഷ് തന്നെയാണ്. കൺഗ്രാറ്റ്സ്. ഫോട്ടോ എടുക്കാൻ കയറിയതും ആളുടെ ചെവിയിലായി പറഞ്ഞു. 2 പേരെ അഭിനന്ദിച്ച് കയ്യിൽ കരുതി ഗിഫ്റ്റും കൊടുത്ത് ഞാൻ ഇറങ്ങി. ഞാൻ വല്ലതും വിളിച്ചു പറയുമോ എന്നുള്ള ഭയം ആളുടെ മുഖത്തുണ്ടായിരുന്നു. പോരുന്നതിന് മുന്നേ ആളെ ഞാൻ അവിടെ എല്ലാം തെരഞ്ഞെങ്കിലും കണ്ടില്ല. തിരികെ പോരും വഴി വണ്ടിക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് പിടിച്ച് കിട്ടാവുന്നു ഞാൻ അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ചെന്നതായി കണ്ടു. കരിപുരണ്ട വസ്ത്രമായി ഗൗരവം ഒട്ടും വിടാതിരുന്ന് ജോലി ചെയ്യുന്നവനെ. എന്നെ കണ്ട ആ പുരികൊന്ന് ചുളിഞ്ഞു.
അത് ബ്രേക്കിന് ചെറിയ മിസ്സിങ്, പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞതും ആള് ചെയ്തുകൊണ്ടിരുന്ന ജോലി സഹായം ഏൽപ്പിച്ച് വണ്ടിക്കരിയിൽ വന്ന് നോക്കാൻ തുടങ്ങി. എന്താ കല്യാണത്തിന് വരാതിരുന്നത്? ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചല്ലോ ആളെന്നെ വിളിച്ച്. അതും പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന ജോലി തീർത്ത് എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപൂർവമായി കാണുന്ന ആ ചിരിയിലേക്ക് ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അതേ ചിരിയോടെ തന്നെ ആ നീട്ടിയ നോട്ടുകൾ നിരസിക്കുമ്പോൾ ഇതുവരെ തോന്നിക്കാതിരുന്ന എന്തോ ഒരു വികാരം എന്നെ പൊതിയുന്ന ഞാൻ അറിഞ്ഞു. പിന്നീട് പലപ്പോഴും പലയിടത്ത് വെച്ച് കാണുമ്പോഴും അതേ പുഞ്ചിരി എനിക്കായി തന്നു. പെട്ടെന്നൊരു ദിവസം അറിയാത്തൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഞാനൊരു സംശയത്തോടെ തുറന്നു നോക്കി. ഏതോ പുതിയ സിനിമയുടെ ട്രെയിലറിന്റെ ലിങ്കായിരുന്നു. അത് ഓപ്പണാക്കി നോക്കിയതും കണ്ട വീഡിയോ നോക്കി ഞാൻ അക്ഷരത്തിൽ ഞെട്ടിയിരുന്നു. ഇൻട്രൊഡ്യൂസിങ് വിഷ്ണുവർദ്ധൻ ഇൻ ആൻഡ് ആസ്. വീഡിയോയുടെ ഒടുക്ക് എഴുതി വന്നത് വായിച്ചറിയാതെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ചുണ്ടുകളിൽ താനെ പുഞ്ചിരി വിരിഞ്ഞു. എന്തൊക്കെയാണെന്ന് വേർതിരിച്ചറിയാനാവാത്ത ഒരു തരം വികാരം, മനസ്സിന് വല്ലാത്ത തണുപ്പ്. റിലീസ് ചെയ്തതിന്റെ അന്ന് തന്നെ കാണാൻ ടിക്കറ്റ് ഒപ്പിയെങ്കിലും നിരാശയായിരുന്നു ഫലം. പിറ്റേ ദിവസം തന്നെ നൈറ്റ് ഷോയുടെ ടിക്കറ്റ് ഒപ്പിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ പോയി സിനിമ കണ്ടു. ഓരോ തവണ ആ മുഖം സ്ക്രീനിൽ കാണുമ്പോഴും എന്തോ ഒരു സന്തോഷം എന്നിൽ നിറഞ്ഞു കവിയെന്ന് ഞാൻ അറിഞ്ഞു. നിറഞ്ഞ കയ്യടിയോടെ ആളുകൾ ഇറങ്ങിപ്പോയപ്പോഴും കൂടെ വന്നിട്ട് വിളികളൊന്നും ചെവിയിൽ പതിയാൻ ഞാൻ കണ്ണടച്ച് അതേ ഇരിപ്പിരുന്നു. എന്നാലും എത്ര വേഗം ചെക്കനും കയറി സ്റ്റാറായത്. മാനസികമായിട്ട് ഇതുപോലെ അറിയുന്നുണ്ടോ? പിന്നെ അമേരിക്കയിൽ ഹണിമൂൺ പോയതിന്റെ പൊങ്ങച്ചം പറയാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഇറങ്ങിയതും കൂട്ടുകാരുടെ വർത്താനം കേട്ട് ഒരു ചിരിയോടെ ഞാൻ ഇരുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതും കാർ പാർക്കിന്റെ അവിടെ ഒരാൾക്കൂട്ടം കണ്ട് ഞങ്ങളും നിന്നു. ഡി അതവനല്ലേ വിഷ്ണു? എത്തിക്കുത്തിന്ന് കൂടെയുള്ള ഒരുത്തി പറഞ്ഞു. എന്റെ കണ്ണ് അങ്ങോട്ടേക്ക് പോയി. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവരുടെ പ്രശംസ ഏറ്റുവാങ്ങി നടന്നു വരുന്നവനെ ഞാൻ ചെറുചിരിയോടെ കണ്ണിമോട്ടാ നോക്കി നിന്നു. അതേസമയം അവനിലും ഗൗരവക്കാരെന്ന മുഖംമൂടി മാറി വിജയിച്ചവന് നിറച്ചിരി ഉണ്ടായിരുന്നു. ആളുകളെ വരഞ്ഞു മാറ്റി അവൻ എനിക്ക് നേരെ വന്നിരുന്നു. ഞാനൊന്ന് അമ്പരന്ന് പോയി. സിനിമ ഇഷ്ടമായോ എന്നെ നോയി ചോദിച്ചു. ഞാൻ അതേ അത്ഭുതത്തോടെ യാന്ത്രികമായി തലയാട്ടി. എന്നെയോ? കുറച്ചുകൂടെ അടുത്തേക്ക് നീങ്ങി വന്ന് സ്വകാര്യമായി നേരത്തെ സ്വരത്തിൽ ആളെന്റെ കാതിൽ ചോദിച്ചു. എന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയ പോലെ എനിക്ക് തോന്നി. എന്നെ നിൽപ്പ് കണ്ട ഒരു ചിരിയോടെ എന്നെ നോയി കണ്ണു ചിമ്മി കൂടുന്നവരോട് ചിരിച്ച് നടന്നകന്നവനെ ഞാൻ ഷോക്ക് അടിച്ച പോലെ നോക്കി നിന്നു. ഇതെല്ലാം കണ്ട് സംശയത്തോടെ ചോദ്യം ചെയ്യാൻ നിന്ന കൂടെയുള്ളവരെ കണ്ണുരുട്ടി പീഡിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് പതിവില്ലാതെ ഗേറ്റ് കടന്നു വന്നിരുന്ന വണ്ടിയെ ഞാൻ ഒരു സംശയത്തോടെ ബാൽക്കണി വഴി നോക്കി നിന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കാണുകെ എന്റെ കണ്ണുകൾ ഒരേ സമയം വിടരുകയും സംശയത്തോടെ ചുരുങ്ങുകയും ചെയ്തു. എന്തോ വലിയ നടനായപ്പോൾ ആളെ അഭിമുഖീകരിക്കാൻ ചെറിയ മടി തോന്നിയതിനാൽ ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞതും താഴെ നമ്മുടെ വിളിയെത്തിയതും ഞാൻ പടിയിറങ്ങി ചെന്നു. ആ നായിക എത്തിയല്ലോ. അച്ഛൻ്റെ ആക്കിയുള്ള സംസാരം കേട്ട് ഞാൻ സംശയത്തോടെ ചുറ്റിയിരിക്കുന്നവരെ നോക്കി. മറ്റെന്തോ ഭാവം ഒളിപ്പിച്ചിരിക്കുന്ന വിഷ്ണുമാമയും പെങ്ങളും ഭർത്താവും മോനും എല്ലാവരും ഒരു ചിരിയോടെ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. മോളെ വട്ടാക്കാതെ വന്ന കാര്യം പറയാം. കുറച്ച് നാളായിട്ട് ഇവനൊന്ന് കെട്ടിക്കാൻ പഠിച്ച പണി 18 ഞങ്ങൾ നോക്കുന്നു. ആ കാര്യം പറയുമ്പോൾ തന്നെ ഇവ എന്തേലും മുട്ടയുക്തി പറഞ്ഞ് മുടക്കും. ഇത് ഞങ്ങൾ കയ്യോടെ പൂട്ടി. അങ്ങനെ ചോദിച്ചും പറഞ്ഞും വന്നപ്പോൾ കല്യാണം കഴിക്കാം, പക്ഷേ വധു മധു മതിയെന്ന് ആളുടെ അമ്മ കളിയാക്കി പറഞ്ഞു നിർത്തിയതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. അതുകൊണ്ട് ആളെല്ലാവരെയും ഒന്ന് കൂർപ്പിച്ച് നോക്കി. കേട്ടത് വിശ്വസിക്കാനാവുന്ന ഞാൻ പോലും അറിയാതെ കണ്ട് ചിരിച്ചു പോയി. എന്തായാലും പരസ്പരം ചോദിക്കലും പറയലൊക്കെ ഇപ്പൊ തന്നെ കഴിച്ചേക്ക്. എന്താ അച്ഛൻ ചോദിച്ച എല്ലാവരെയും ശരിവെച്ചു. അതുകൊണ്ട് ആൾ എന്നെ നോക്കി അടുത്തുള്ള മുറിയിലേക്ക് കയറി. എല്ലാവരെയും നോക്കി പുറകെ ഞാനും ചെന്നു. മാനസികമുള്ള റിവെഞ്ചാണോ ചെന്ന പാടെ ഞാൻ ചോദിച്ചു. ആൾ എനിക്ക് നേരെ തിരിഞ്ഞ് കൈയും കെട്ടി നിന്നു. അവളോട് റിവെഞ്ച് അവളെന്ത് ചെയ്തു? അല്ല തേച്ചിട്ട് പോയതിന്. അതിന് ഞാൻ അവളോട് ഇന്നേവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവളുടെ വിചാരം എന്നെ അങ്ങ് തേച്ചൊട്ടിച്ചപ്പോൾ ഞാൻ കരഞ്ഞു വഴുകി താടി വളർത്തി നടക്കുന്ന. അത് കേട്ട് ഞാൻ ഞെട്ടി ആൾ തന്നെ വിഴിച്ചു നോക്കി. അവളുടെ കരച്ചിലും പിടിച്ചിലൊക്കെ കണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ നോക്കി. പക്ഷെ എന്ത് ചെയ്യാം, അത് വൻ പരാജയമായി പോയി. അവളും പിന്നെ മുഴുവൻ അഭിനയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സ് എത്ര അവളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും തോറും അതിൻ്റെ ഇരട്ടി നീ മനസ്സിൽ കയറിക്കൂട്ടിരിക്കാൻ തുടങ്ങി. അത് അവൾക്കും അറിയാം. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒത്തിരി തല്ലുപിടിച്ചിട്ടുണ്ട്. അതുകൂടെ കേട്ടതും എൻ്റെ ഉണ്ടായിരുന്ന കിളികൾ മുഴുവൻ പറന്നു. അല്ല ആരുടെയൊക്കെയോ ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു ഞാനെന്നൊക്കെ അവളൊരിക്കൽ വഴക്കിനിടയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടേ. ഞാനൊന്ന് പതുങ്ങിയതും ആളെൻ്റെ അടുത്തേക്ക് ചുവട് വെച്ച് നിന്നു. ഞാൻ അതിനനുസരിച്ച് പിന്നോട്ടും ജനലിൽ ചെന്നിടിച്ച് നിന്നു. എനിക്ക് ഇരുവശം ജനൽക്കമ്പിൽ കൈവച്ചവൻ നിന്നു. സ്വപ്നം കണ്ട് നേടിയിട്ട് നിന്നെ ചോദിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നു. അപ്പോൾ പറയുമോളെ മധുവിത, നമുക്ക് ആ കല്യാണം കഴിച്ചാലോ? അത് പിന്നെ മാനസി വേണം, ഞാൻ വേണോ? മധു 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 മതിയേ നിന്നെ കാണാൻ എന്തു രസം. കുറുമ്പോടെയുള്ള എൻ്റെ ചോദ്യത്തിന് അതേ കുറുമ്പോടെയുള്ള ആളുടെ പാട്ട് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. പിന്നീട് താമസിയാൻ നിശ്ചയം നടത്തി. അത് കഴിഞ്ഞുകൊണ്ട് ആൾ തേടി ഒരു വലിയ പ്രൊജക്റ്റ് എത്തി. എല്ലാം വന്നു കയറാനിരിക്കുന്ന പെണ്ണിന്റെ ഐശ്വര്യം. ഞാൻ ഒളി കണ്ണിട്ട് പറഞ്ഞു. ഒന്ന് താളത്തിൽ തലയാട്ടി ആളുടെ മറുപടി എത്തി. ഓ, ഒരു വലിയ ഐശ്വര്യതേതോ വന്നിരിക്കുന്നു. ആ സിനിമയുടെ ഷൂട്ട് 1 വർഷം നീണ്ടു നിന്നു. അതിന്റെ റിലീസ് ഒരാഴ്ച മുന്നേ കല്യാണത്തിന് ഡേറ്റ് എടുത്തു. അങ്ങനെ കല്യാണ തിരക്കുകൾ ഒരുക്കങ്ങളുമായി അതിവേഗം സമയം കടന്നുപോയി. ഒരാഴ്ചയ്ക്കിപ്പുറം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ പുഷ്പവർഷങ്ങൾക്കും നാദസ്വരമേളത്തിന് നടുവിൽ ആളിന്റെ കഴുത്തിൽ താലി കെട്ടി.
മണ്ഡപത്തിന് ചുറ്റും ആ കൈയും പിടിച്ച് വലം വയ്ക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ ആളുടെ സ്വപ്നങ്ങൾ ഞാൻ നെഞ്ചിലേറ്റി കഴിഞ്ഞിരുന്നു. കന്യാദാനത്തിന് അച്ഛൻ എൻ്റെ കൈ പിടിച്ച് ആളുകളുടെ കൈയിലേക്ക് ചേർക്കുമ്പോൾ ആ കൈ എന്നിൽ മുറുകുന്നത് ഞാൻ അറിഞ്ഞു. രാത്രിയിൽ പരസ്പരം ഇറുകെ പുണർന്ന് കിടക്കുമ്പോഴും പിന്നീട് എപ്പോഴും ആ നെഞ്ചിൽ തലയായിച്ചുറങ്ങുമ്പോൾ ഇനി ഒരിക്കലും പിരിയാൻ പറ്റാത്തത്രയും ഞാൻ വിശുവിനെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു. അടുത്ത പടം റിലീസായ അന്ന് തന്നെ തിയേറ്ററിൽ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ആദ്യത്തെ പടം കാണാൻ വന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ മനസ്സിലൂടെ ഒരു കുളിരോടെ കടന്നുപോയി. സിനിമ 100 ദിവസം പിന്നിട്ടും ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ സക്സസ് പാർട്ടിക്ക് പോയി. സ്വപ്നങ്ങൾ വെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ അവൻ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ ഞാനും അവൻ്റെ ഒപ്പം തന്നെ നിന്നു. ഡിന്നറും കഴിച്ച് ഏറെ വൈകിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഡ്രൈവ് ചെയ്യുന്നവൻ്റെ തോളിലേക്ക് തലയായിച്ച് കൈകൾ ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ മനസ്സിൽ വല്ലാതെ സന്തോഷം വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് വഴിയരികിൽ കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ട്. എന്തോ അപകടമാണെന്നോർത്ത് വണ്ടി ഒതുക്കി ചെന്ന് നോക്കിയതും അവിടെ കണ്ട കാഴ്ച ഞങ്ങൾ രണ്ടാളും ഞെട്ടി നിന്നു. കാറും ബൈക്കുമായി ചെറുതായിട്ടൊന്ന് മുട്ടിയതാണ്. ബൈക്കിന് ചെറിയ കേടുപാടുണ്ട്. അവിടെ ബൈക്കിൽ വന്നവരോടും പോലീസുകാരോടും തർക്കിച്ച് നിൽക്കുന്ന മാനസികയും ഭർത്താവിനെയും കണ്ട് ഞങ്ങൾ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ആ കാറുകാരൻ പൂരവെള്ള, എന്നിട്ട് അതിന് ന്യായം പറയുന്നേ ആരോ പറയുന്നുണ്ടായിരുന്നു. വേഗം വിച്ച് മുന്നോട്ട് ചെന്നു. എന്തോർത്തുന്ന ഞാനും പുറകെ ചെന്നു. സർ, എന്താ പ്രശ്നം? വിച്ച് ചോദിച്ചതും എല്ലാവരും അവൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടത് മാനസിക അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭർത്താവിനൊന്നും നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആളുടെ ആ അവസ്ഥ കണ്ട് അന്ന് ഞാൻ അവളോട് റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അറം പറ്റിയില്ല എന്നൊരു ചെറിയ സംശയം എനിക്ക് തോന്നി. സിനിമ നടൻ വിഷ്ണുവർദ്ധനല്ലേ? അതെ. ഒന്ന് ചിരിച്ചുകൊണ്ടാ പോലീസുകാരന് മറുപടി കൊടുത്തു. എന്റെ പൊന്നു സാറേ, ഒന്നും പറയണ്ട. ദേ, ഇവൻ നല്ല തണ്ണിയാ. ഒരു തന്നെ ഇടിച്ചിട്ടും പോലെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുക. ഏതോ കൊമ്പത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ്. സാറേ, ഇതെന്റെ ഫ്രണ്ടാ. വണ്ടി ഇവിടെ കിടക്കട്ടെ, രാവിലെ ഒന്ന് എടുത്തോളാം. ഇവിടെ ഞാൻ വീട്ടിലേക്ക് ആയിക്കോളാം. വന്ന് കയറി മനസ്സി. വിളറിയ മുഖത്തോടെ നിൽക്കുന്ന മാനസിയെ നോക്കി പറഞ്ഞ് ഞാനും വിശു വണ്ടിയിലേക്ക് കയറി. പുറകെ ഭർത്താവിനെയും താങ്ങി പിടിച്ച് അവളും വന്ന് കയറി. യാത്രക്കിടയിൽ അവളൊരു അക്ഷരം മിണ്ടിയില്ല. എന്നാൽ ഇടയ്ക്കിടെ കണ്ണുകൾ വിശുവിന് നേരെ പാറി വീഴുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ വല്ലാത്ത നഷ്ടബോധം നിറഞ്ഞിരുന്നു. അത് കണ്ടതും വല്ലാത്തൊരു ദേഷ്യവും കുശുമ്പുമാണ് തോന്നിയത്. താങ്ക് യു, നിങ്ങളില്ലായിരുന്നെങ്കിൽ കയറിയിട്ട് പോവാം. ആര് വീട്ടിലാക്കിയത് മാനസി ഞങ്ങളോട് നോക്കിയൊരു വല്ലായ്മയോടെ പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ നിരസിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. തിരികെ കാറിൽ കയറി കുറച്ച് ദൂരം എത്തിയതും വിച്ചുവിന്റെ ഉച്ചത്തിലുള്ള ചിരി കേട്ട് ഞാൻ സംശയത്തോടെ അവനെ നോക്കി. നിനക്കെന്താ വട്ടായോ? ഏയ്, മനുഷ്യന്റെ ഓരോരോ അവസ്ഥയെ. അതേ ചിരിയോടെ അവൻ പറഞ്ഞു. പഴയ കാമുകി വിട്ടുകളഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ടോ? ചേച്ച്, നമുക്കന്നു ഇന്നും മധു 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 മധുമതിയേ, നിന്നെ കാണാൻ എന്തു രസം. അയ്യടാ, എന്നെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് പാടിയവന്റെ കൈ തട്ടി മാറ്റി ഞാൻ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിൽ തലയായിച്ചതും അവന്റെ ചുണ്ടന്റെ നെറുകിൽ പതിഞ്ഞുകൊണ്ടിരുന്നു.